ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ ഒരു ഫംഗ്ഷനായിട്ട്. സോ എളുപ്പത്തിൽ നമുക്കൊരു ഗ്ലോയി ഫിനിഷ് ആയിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം എൻ്റെ മുഖത്തിൽ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെ ഇരിക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ബെയർ ഫേസ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന മോയ്സ്ചറൈസറാണ്. ഓക്കെ, മോയ്സ്ചറൈസർ നമുക്ക് നമ്മുടെ സ്കിൻ്റെ ബേസ് പ്രോപ്പറായിട്ട് പ്രെപ്പ് ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മുടെ മേക്കപ്പ് നിൽക്കില്ല, കേക്കി ആകും, പെട്ടെന്ന് ഒലിച്ചു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ബേസ് സെറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. അതാണ് മേക്കപ്പിൻ്റെ ഒരു സംഭവം. യൂസിങ് എ പ്രൈമർ, കളർ ബാറിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് സ്ട്രോക്ക് ക്രീമാണ്. ഈ സ്ട്രോക്ക് ക്രീം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ഇലുമിനേറ്റിംഗ് ഫിനിഷിനായിട്ട്, നല്ലൊരു ഗ്ലോ തരാനായിട്ടാണ് നമ്മൾ സ്ട്രോക്ക് ക്രീം നോർമലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കളർ കറക്റ്ററാണ്. ഇവിടെ കണ്ടോ, എവിടൊക്കെ പാച്ചസ്. ഓക്കെ, ബ്രഷ്. ഒരു ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. യു ക്യാൻ യൂസ് യുവർ ഹാൻഡ്സ്, യു ക്യാൻ ഡാബ് ഇറ്റ് യൂസിങ് എ സ്പഞ്ച്. I'm going to use two products, Fenty Beauty Foundation and Strobe Cream. Okay, then apply. നിങ്ങൾ ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല ഗൈസ്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം. ഒരു ഫുൾ കവറേജ് തരുന്ന ഒരു ലുക്കായിരിക്കും ഇത്. ഓക്കെ, see how flawless it is. We need to use this. Okay, സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത് എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നിർത്താനായിട്ട്. ലെറ്റ് ഇറ്റ് ഗോ ഇൻസൈഡ് ആൻഡ് ലെറ്റ് ഇറ്റ് സെറ്റിൽ. സീ എ ഫ്ലോലെസ് ഫിനിഷ്, ബട്ട് ദെൻ യു ക്യാൻ സീ ദ ഡാർക്ക് സ്പോട്ട്സ് ഹിയർ ആൻഡ് ദെയർ. കണ്ടോ? അപ്പോൾ ചെറുതായിട്ട് കൺസീലർ ഈ ഒരു ഇതിന്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ അല്ലാതെ എവിടെയും വേണ്ട. അതോ സഫൈൻ എടുത്തിട്ട് സ്പഞ്ചിൽ കുറച്ച്. കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് എന്തെങ്കിലും ആക്നെ, സ്കാർസ്, പിന്നെ എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഈവൻ ഔട്ട് ആകാനായിട്ടാണ്, ഡിസ്കളറേഷനൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഈ കൺസീലർ യൂസ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഫിനിഷ് കാണും. നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിലും ഒരു ലൈറ്റർ ഷെയ്ഡായിട്ട് കൺസീലർ യൂസ് ചെയ്താൽ നമ്മുടെ ചീക്ക് ബോൺസ്, ബ്രോ ബോൺസ് ഒക്കെ അല്ലേ, അവിടെയൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ഫിനിഷ് പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. വൺ ലൈറ്റർ ടോൺ. ലിപ്സ്റ്റിക് ഇല്ലാതെ നമ്മുടെ ലിപ്സ് കാണാനേ കൊള്ളില്ല. സോ ഇതെനിക്ക് റീസെൻ്റ്ലി വന്ന ഗിഫ്റ്റാണ്. സോ ഐ എം ഗോയിങ് ടു യൂസ് ജോർജിയോ ആർമാനിയുടെ ലിപ്സ്റ്റിക്. ഓ മൈ ഗോഡ്,
എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെന്നെ അടിപൊളി ലിപ്സ്റ്റിക് ജോർജിയോ അർമാനിയുടെ. യു മസ്റ്റ് ട്രൈ ദിസ്. നമുക്ക് ഇനി ഒരു ഐ ഷാഡോ ഇടാം. ഓക്കെ, അത് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഹുഡ ബ്യൂട്ടിയുടെ. ഐ വോണ്ടഡ് ടു ഗിവ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ബേസായിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും കുറച്ച് ഡാർക്ക് വേർഷൻ കൊടുക്കാനാണ് ഞാൻ ആലോചിച്ചത്. ബിക്കോസ് ലിപ്സ്റ്റിക് റെഡാണ്. സോ മേളിൽ ഓറഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് സൈഡും കൊടുത്തിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ അല്ലെങ്കിൽ പിങ്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് ഗ്ലിറ്റർ ഷെയ്ഡ് അത് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ എടുത്ത് കാണിക്കും. ഒരു പ്രത്യേക രസമാണ്. എനിക്ക് എപ്പോഴും ഐ ഷാഡോയിൽ കളർ കോമ്പിനേഷൻ ഇട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ട് വേർത്തായിട്ട് വന്ന് തീർന്നിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ കണ്ണെഴുതും മേളിൽ, പക്ഷേ ഈ പ്രാവശ്യം കണ്ണെഴുതാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ജസ്റ്റ് വാല് മാത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചു. താഴെ മാത്രം ഞാൻ കണ്ണെഴുതി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഡിഫറൻസ് കാണാം. ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐ ഷാഡോ ട്രൈ ചെയ്ത് നോക്കണം. കളർ കോമ്പിനേഷൻ ഇറ്റ് റിയലി വർക്ക്സ്. ഓക്കെ, ഇപ്പോൾ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. മസ്കാര ഇടുന്നത് നല്ല രസമാണ്. നമ്മൾ മെയിൻ മസ്കാര ഇടുന്നതെന്ന് വെച്ചാൽ ഐലാഷസ് കുറച്ച് നല്ല വലിയതായിട്ടും ഡാർക്ക് തിക്ക് നല്ല ഡിഫൈൻഡ് ആയിട്ട് കാണിക്കാനുള്ളത്. കണ്ണിന് പ്രത്യേക ഒരു ചന്തമായിരിക്കും. ചിലരത് കേൾ ചെയ്യും, ബട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കണ്ണ് എക്സ്പ്രസീവായിട്ട് കാണാനായിട്ട് നമ്മൾ മീൻസ് എപ്പോഴും ഈ മസ്കാര ഇടുന്നത് ഒരു നല്ലതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ തന്നെ പറയാണ്. പണ്ടൊന്നും ഞാൻ ഐബ്രോസ് എഴുതത്തേ ഇല്ല. പിന്നെ എൻ്റെ അനിയത്തിയും എൻ്റെ ഫ്രണ്ടും പറഞ്ഞ് അങ്ങനെ ഞാൻ ഐബ്രോസ് എഴുതി. അടിപൊളിയായിട്ട് വെൽ വേഴ്സ്ഡായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, എൻ്റെ അനിയത്തി പറയും നിൻ്റെ പിരുകം ചത്ത പിരുകം പോലെ ഇരിക്കുന്നത്, നിനക്ക് പിരുകം വളരത്തില്ലേ, അങ്ങനെയില്ലേ ഇങ്ങനെയില്ലേ എന്ന്. പക്ഷെ എനിക്ക് പണ്ടൊന്നും പിരുകം എഴുതുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ, എനിക്ക് അറിയാത്തത് അതൊന്ന് മാത്രമേ ഉള്ളൂ, കറക്റ്റായിട്ട് പിരുകം എഴുതാൻ. പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് ഇനി മേ ബി പെട്ടെന്ന് ഇനി അതിലും എക്സ്പെർട്ട് ആവുമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫൈനലി കോമ്പാക്റ്റ് എടുത്തു. കോമ്പാക്റ്റ് ഒരു ലാസ്റ്റ് ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തു, ഒന്ന് സെറ്റാക്കാനായിട്ട് ഒരു സ്മൂത്ത് വേർഷനായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും ലാസ്റ്റ് അത് കൊടുക്കും. ചിലവർക്കത് ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഒരു റുട്ടീനാണ്. ഞാൻ ലാസ്റ്റ് കൊടുക്കും. വൺ ഇസ് ബ്ലഷ്, വൺ ഇസ് ലിപ്സ്റ്റിക്. വിച്ച് വൺ വിൽ യൂസ്? one side. This version of blush is creamy. ന്യൂഡിസ്റ്റിക്കിൻ്റെയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതാണ്. ഒരു അടിപൊളി നല്ല ഫിനിഷ് തരും. എന്ത് ഭംഗിയല്ലേ. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ബട്ട് റിയലി വർത്ത് ഇറ്റ്. സൈഡ് ഞാൻ ചുമ്മാ പിങ്ക് ലിപ്സ്റ്റിക് എടുത്ത് ബ്ലഷായിട്ട് ഇട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ബട്ട് മറ്റേ സൈഡ് പോലെ അത്ര ഫ്ലോലെസ് ആയിട്ട് വന്നിട്ടില്ല. ഒരുപാട് പാടായി. പിന്നെ ഞാൻ ലാസ്റ്റ് മറ്റേ ബ്ലഷ് ഇട്ടു. ഇത് നിങ്ങളെ ചുമ്മാ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ്. ഫൈനലി പിന്നെ വീണ്ടും ഒരു സെറ്റിംഗ് സ്പ്രേ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പഞ്ചിൽ ചെയ്തിട്ട് വീണ്ടും അങ്ങനെ വെച്ച് കൊടുക്കാം. സോ അത് കുറച്ച് അകത്തോട്ട് പോകട്ടെ, പെനിട്രേറ്റ് ആകട്ടെ. അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തു. എങ്ങനെ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ കൊള്ളാമെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് നോക്കി. എന്നിട്ട് ഫൈനലി ഞാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തി. മൈ ഫേവറേറ്റ് പെർഫ്യൂം ഇല്ലാതെ എന്തല്ലേ, കാൾട്ടൻ്റെ ഒരു റോസിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, മേ ബി ലൈക്ക് 2 or 3 hours. ബട്ട് ഒരു അടിപൊളി പാർട്ടി അല്ലെങ്കിൽ മൂവി എന്തിനു വേണമെങ്കിലും നിങ്ങളിടാം. സൂപ്പർ പെർഫ്യൂമാണ്. ഫൈനൽ ലുക്ക് ഫ്ലോലെസ്, അടിപൊളി ഒരു ഗ്ലോയി ഫിനിഷോടുകൂടി അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇഫ് യു ലൈക്ക് ദിസ് ലുക്ക് പ്ലീസ് കമൻറ്റ് ബിലോ. വേറെ എങ്ങനെ ലുക്ക് വേണമെന്ന് നിങ്ങൾ എനിക്ക് കമൻറ്റിൽ പറയൂ. ഐ വിൽ ഡു മോർ വീഡിയോസ്.